നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് CPM നേതാവ് EP ജയരാജൻ. തന്റെ മനസ്സിലിരിപ്പ് പാർട്ടി പറയും. സിറ്റിംഗ് MLA മാർ മത്സരിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും EP ജയരാജൻ 24നോട് പറഞ്ഞു. ഒരാൾ തന്നെ സ്ഥിരം എത്ര കാലം നിങ്ങളിവിടെ ഇരിക്കുന്നത്, ഇനി ഇങ്ങോട്ട് വരണം, തോൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കഴമ്പുള്ളതല്ല അത്. കാരണം ഇതൊക്കെ വെറും വ്യാഖ്യാനങ്ങളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനെ സംബന്ധിച്ച് അത് കാര്യങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കലാണ്. ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ട, എങ്ങനെ എന്നെല്ലാം പാർട്ടി തീരുമാനിക്കും. ആ പാർട്ടിയിലുള്ള ആളുകളെല്ലാം ആ പാർട്ടി തീരുമാനം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. താൻ പുതിയ പുസ്തകം എഴുതി തുടങ്ങിയെന്നും EP ജയരാജൻ 24നോട് വെളിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം വിവാദത്തിലായ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളും അടുത്ത പുസ്തകത്തിൽ ഉണ്ടാകുമെന്നും EP ജയരാജൻ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അടുത്ത പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും. അത് ഈ പുസ്തകം പോലെ ആയിരിക്കില്ല. അതിൽ പറയാത്ത പലതും ഉണ്ടാവും. നിങ്ങൾക്കറിയപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതൊരു ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു സൂചനകൾ? നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് നടക്കാനിരിക്കുകയാണ്. EP ജയരാജന്റെ പ്രതികരണം. ദീപക് തർമ്മം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക് പുതിയ പുസ്തകത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. പുസ്തകം വിവാദമാകുമോ? EP-യുടെ ശരീരഭാഷ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. EP പറയുന്നത്, പറയാത്ത, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ എഴുതും. ആദ്യ പുസ്തകം പോലെ ആകില്ല എന്നും EP പറയുമ്പോൾ അതിൽ ചില സൂചനകളുണ്ട്. കാരണം ആദ്യ പുസ്തകം ആദ്യം വിവാദമായെങ്കിലും പിന്നീട് പുറത്തിറങ്ങുമ്പോൾ മാതൃഭൂമി ആ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ അതിൽ പ്രത്യേകിച്ച് പാർട്ടിക്കെതിരായി കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല EP പലതും പറയാൻ ബാക്കി വെച്ചു എന്നുള്ളത് ആ പുസ്തകം മുഴുവൻ വായിച്ച സമയത്ത് എല്ലാവർക്കും തോന്നിയതാണ്, എനിക്കും തോന്നിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് EP-യോട് ചോദിച്ചത്. നമുക്കൊരു സൂചന ലഭിച്ചിരുന്നു, EP രണ്ടാമത്തെ പുസ്തകം എഴുതി തുടങ്ങി എന്നുള്ളത്. EP അതിൽ നമ്മുടെ ആൻസർ പ്ലീസ് ഇൻ്റർവ്യൂവിൽ EP തന്നെ സ്ഥിരീകരിക്കുന്നു, ഞാൻ പുസ്തകം എഴുതി തുടങ്ങി, വൈകാതെ അത് പ്രസിദ്ധീകരിക്കും. മാത്രവുമല്ല അതൊരു പാർട്ടി സാഹിത്യമല്ല എന്ന് പറയുന്നു. മാത്രവുമല്ല ഒന്നാമത്തെ പ്രകാശനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വിട്ടുനിന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടി പ്രസിദ്ധീകരണമല്ല, എൻ്റെ ആത്മകഥയാണ്, അതിൻ്റെ രണ്ടാം ഭാഗമാണ് വരാൻ പോകുന്നത്, അതിൽ വിട്ടുപോയ പലതും ഉണ്ടാകും, നിങ്ങൾക്കറിയാത്ത പലതും ഉണ്ടാകും എന്നാണ് EP പറയുന്നത്. മറ്റൊരു കാര്യം, EP മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അത് ഞാൻ പാർട്ടിയിൽ പറയാം മനസ്സ് എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല ഒരു നിർണായക കാര്യം, ഇന്ന് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ആ ഘട്ടത്തിൽ പറയുന്നു, ഈ സിറ്റിംഗ് സീറ്റിൽ MLA മാർ തന്നെ മത്സരിക്കണമെന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല, കഴമ്പില്ല. സിറ്റിംഗ് MLA മാർ എത്ര പേർ തോറ്റിട്ടുണ്ട് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ EP ചിലത് ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണക്കിലാക്കേണ്ടി വരും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.